ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കാൽ വിഭാജനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഹിന്ദി സാഹിത്യം 4 കാലങ്ങളിലായിട്ട് ഇങ്ങനെ വേർതിരിച്ചിട്ടിട്ടുണ്ട്. ആദികാൽ, വീർഗാഥാകാൽ. ആദികാലിൻ്റെ വേറൊരു നാമമാണ് വീർഗാഥാകാൽ. ഇനിയും കുറേ നാമങ്ങളുണ്ട് കേട്ടോ. പലരും കുറേ ചെല്ലപ്പേരുകൾ നമ്മുടെ ആദികാലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്യും. പൂർവ മധ്യകാൽ അല്ലെങ്കിൽ ഭക്തികാൽ, ഉത്തർ മധ്യകാൽ അല്ലെങ്കിൽ രീതികാൽ, ആധുനിക് കാൽ അല്ലെങ്കിൽ ഗദ്യകാൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദികാൽ, വീരഗാഥാകാൽ 1050 തൊട്ട് 1375, അതായത് ഒരു 325 വർഷം എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. हिंदी साहित्य के इतिहास के प्रथम काल का नामकरण വിദ്വാനോം ने इस प्रकार किया. അപ്പോൾ കുറേ വിദ്വാൻമാർ പല പേരുകൾ നമ്മുടെ ആദ്യകാലിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു 6 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, ആചാര്യ രാമചന്ദ്ര ശുക്ൽ എന്തെന്ന് വിളിച്ചു? വീരഗാഥാകാൽ എന്ന് വിളിച്ചു. ഡോക്ടർ ഗ്രിയോസൺ ചാരൺ കാൽ എന്ന് വിളിച്ചു. മിശ്രബന്ധു ആരംഭിത് കാൽ എന്ന് വിളിച്ചു. രാഹുൽ സംസ്കൃത്യായൻ സിദ്ധ സാമന്ത് യുഗ് എന്ന് വിളിച്ചു. മഹാവീർ പ്രസാദ് ദ്വിവേദി ബീജ് വപ്പൻ കാൽ എന്ന് വിളിച്ചു. ഹസാരി പ്രസാദ് ദ്വിവേദി ആദികാൽ എന്ന് വിളിച്ചു. ഈ ഒരു 6 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ എന്നുള്ള എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ട്രിക്സ് ഒന്ന് പറ്റി നോക്കാം. ഓക്കെ, ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഗാഥാകാൽ. അപ്പോൾ നമുക്കറിയാമല്ലേ, ആദ്യകാലത്ത് അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നാണ് രാമചന്ദ്രൻ അയോധ്യയുടെ രാജകുമാരൻ ജനിച്ചത് അല്ലേ. രാമചന്ദ്രൻ രാമൻ ഭയങ്കര വീരനായിരുന്നു. ആരാണ് രാമനെ വീരനാക്കിയത്? രാമൻ്റെ ആചാര്യനാണ്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഗാഥാകാൽ. ശരിക്കും എന്തുകൊണ്ടാണ് ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഗാഥാകാൽ എന്ന് പറയാൻ കാരണം? വീരകഥകളാണ് അല്ലേ കൂടുതലും. അതായത് ദർബാരി കവികൾ, രാജാവിൻ്റെ കീഴിലുള്ള കവികൾ രാജാവിനെ കുറിച്ച് വാഴ്ത്തിയും രാജാവിൻ്റെ യുദ്ധവർണ്ണനകളൊക്കെയാണ് കൂടുതലായിട്ട് ആദ്യകാലങ്ങളിലെ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീരഗാഥാകാലിനെ ശരിക്കും വിളിക്കാൻ കാരണം. അപ്പം ആ പേര് ആചാര്യ രാമചന്ദ്ര ശുക്ലും കൂടെ നമുക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടാക്കിയത്. ആദ്യകാലങ്ങളിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാമചന്ദ്രൻ ജനിച്ചു. രാമൻ വീരനായിരുന്നു. രാമൻ്റെ ആചാര്യനാണ് രാമനെ വീരനാക്കിയത്. അപ്പം അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, ഡോക്ടർ ഗ്രിയോസൺ ചാരൺ കാൽ. ഡോക്ടർ ഗ്രിയോസൺ ചാരൺ കാൽ എന്ന് വിളിക്കാൻ കാരണം ഡോക്ടർ ഗ്രിയോസൺ ഒരു ബ്രിട്ടീഷുകാരനാണ് കേട്ടോ, ഒരു ഇംഗ്ലീഷുകാരനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ ഭാരതത്തിൽ വന്നിട്ട് ഭാരതത്തിലെ ഭാഷകളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര നല്ല പഠനം നടത്തി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു കാലഘട്ടത്തിലെ സാഹിത്യങ്ങളിൽ അതായത് രാജാക്കന്മാർ ആരുടെ കീഴിലാണോ നമ്മൾ നിൽക്കുന്നത് ആ ആളെ കുറിച്ചിട്ട്, ആ മുകളിൽ നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടുള്ള ഒരു പുകഴ്ത്തൽ മാത്രമേ ഉള്ളൂ ഇതിൽ എന്ന് ഗ്രിയോസൺ പറയാണ്. അതുകൊണ്ടാണ് ചാരൺ കാൽ എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഓർത്ത് വെക്കാൻ ഇങ്ങനെ വിചാരിക്കാം. ഗ്രിയോസൺ നമുക്ക് പേര് കേട്ട് അറിയാം, ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷുകാരുടെ ചരണത്തിന് കീഴിലായിരുന്നു അല്ലേ. അതുകൊണ്ട് ഗ്രിയോസൺ ചാരൺ കാൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. ചാരൺ കാൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഗ്രിയോസൺ. ഓക്കെ, ആദ്യകാൽ. നെക്സ്റ്റ്, മിശ്രബന്ധു ആരംഭിത് കാൽ. ഓക്കെ, മിശ്രബന്ധു ആരംഭിത് കാൽ. ഇതൊന്ന് ആരംഭിക്കുന്നു, ഹിന്ദി സാഹിത്യം ഒന്ന് ആരംഭിക്കുന്നു. ഇതൊരു ആരംഭിത് കാലാണെന്ന് പറഞ്ഞ ആളാണ് മിശ്രബന്ധു. നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിക്കാം. രാമചന്ദ്രൻ വീരഗാഥയാന്ന് പറഞ്ഞു, ഗ്രിയോസൺ ചരൺ കാലാന്ന് പറഞ്ഞു. അപ്പോൾ മിശ്രബന്ധു രണ്ടിൻ്റെ ഇടയിൽ മിശ്രം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും കൂടി കുഴച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആരംഭിത് കാൽ. ജസ്റ്റ് ഒന്ന് ആരംഭിച്ചു, അല്ലാണ്ട് അത് വീരമോ അത് ചാരണോ ഒന്നും അല്ല എന്നുള്ളൊരു രീതി. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, രാഹുൽ സംസ്കൃത്യായൻ സിദ്ധ സാമന്ത് യുഗ്. അതായത് ആദ്യകാല സിദ്ധകാവ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിദ്ധ സാമന്ത് യുഗ് എന്ന് പറയാൻ കാരണം. രാഹുൽ സംസ്കൃത്യായൻ, ഇതെനിക്ക് പഠിക്കാൻ കോഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു ഭംഗി നോക്കിയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. രാഹുൽ സംസ്കൃത്യായൻ സിദ്ധ സാമന്ത് യുഗ്.
നെക്സ്റ്റ് മഹാവീർ പ്രസാദ് ദ്വിവേദി ബീജ് വപ്പൻ കാൽ. ഓക്കെ, അപ്പം ഇത് ബീജ് വപ്പൻ എന്ന് പറഞ്ഞാൽ വിത്ത് വിതയ്ക്കലിൻ്റെ കാലം എന്നാണ് മഹാവീർ പ്രസാദ് ദ്വിവേദി പറഞ്ഞത്. അപ്പം നമുക്ക് ഓർത്ത് വെക്കാൻ ഇങ്ങനെ വിചാരിക്കാം, മഹാവീരന്മാരുടെ വിത്തുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നല്ല മരങ്ങളുടെ വിത്തുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതൊരു മഹാവീരനായി വരാൻ വേണ്ടിയിട്ട് വിത്തിലേ നമ്മൾ വളം വെക്കണം അല്ലേ. നമ്മൾ പറയൂലേ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ മഹാവീരന്മാരുടെ വിത്തിനാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, വിത്തിലാണ് നമ്മൾ വളം വെക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കുക. മഹാവീർ ബീജ് വപ്പൻ കാൽ. ഓക്കെ, മഹാവീരന്മാരുടെ ആ ഒരു വിത്തിനാണ് ഇമ്പോർട്ടൻറ്റ്. മഹാവീർ പ്രസാദ് ദ്വിവേദി പറഞ്ഞത് ആദ്യകാൽ ബീജ് വപ്പൻ കാൽ, വിത്ത് വിതയ്ക്കലിൻ്റെ കാലം. നെക്സ്റ്റ് ഹസാരി പ്രസാദ് ദ്വിവേദി പറഞ്ഞത് ആദികാൽ. ഓക്കെ, ഇത് ഓർത്ത് വെക്കാൻ. ആദികാൽ എന്നാണ് എല്ലാവരും ഇതിന് കൂടുതലും പറയുന്നത്. അപ്പോൾ ഹസാറോം ലോഗ് എന്ത് പറഞ്ഞു, ആദികാൽ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ. ഈ 6 ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ ആചാര്യ രാമചന്ദ്ര ശുക്ല വീരഖാത്ത കാൽ, ഡോക്ടർ ഗ്രിയോസൻ ചാരൺ കാൽ, മിസ്റ്റർ ബിന്ദു ആരംഭിത് കാൽ, രാഹുൽ സംസ്കൃത്യായൻ സിദ്ധ സാമന്ത് യുഗ്, മഹാവീർ പ്രസാദ് ദ്വിവേദി ബീജ് വപ്പൻ കാൽ, ഹസാരി പ്രസാദ് ദ്വിവേദി ആദികാൽ. ആദ്യകാലിൻ്റെ വിശേഷതകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആദ്യകാലിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് ആശ്രയദാതാവും കി പ്രശംസ. അതായത് ദർബാരി കവികളായിരുന്നു അല്ലെങ്കിൽ സാഹിത്യകാരന്മാരായിരുന്നു കൂടുതൽ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള വീരവർണ്ണനകൾ, യുദ്ധവർണ്ണനകൾ, അവരുടെ അന്തഃപുരങ്ങളിലുള്ള ശൃംഗാര വർണ്ണനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആദ്യകാലം ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകളോ അവരുടെ കഷ്ടതകളോ ഒന്നും തന്നെ ആദ്യകാല സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കുഞ്ഞൊരു നാട്ടുരാജ്യം, ഒരു രാജാവ്, ആ രാജാവിന് ആ ഒരു നാട് മാത്രമേ ഉള്ളൂ, ബാക്കി അടുത്തുള്ളവരെല്ലാവരും ശത്രുക്കൾ. അതായത് ഭാരതം എന്ന ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. എല്ലാവർക്കും അവരവരുടെ ആ കുഞ്ഞു നാട്, ആ നാടിന് വേണ്ടിയിട്ട് അപ്പുറത്തെ നാട്ടുകാരായിട്ട് യുദ്ധം ചെയ്യുക, അങ്ങനെ ഒരു സമയമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഏകത ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ മുസൽമാന്മാർ നമ്മുടെ രാജ്യം ആക്രമിക്കുന്നതും കീഴ്പ്പെടുത്തുന്നതും. സോ വിശേഷതകൾ ഇതൊക്കെയാണ്. ആശ്രയദാതാവും की प्रशंसा, युद्ध का सुंदर और सचिव वर्णन, സാമൂഹിക രാഷ്ട്രീയത की भावना का अभाव. ഓർക്കണം കേട്ടോ, അഭാവമാണ് സാമൂഹിക രാഷ്ട്രീയത की भावना का अभाव. वीर रस के साथ साथ ശൃംഗാർ का पुट, ജനസമ്പർക്ക का अभाव. ജനങ്ങളുമായിട്ടുള്ള ഒരു തരത്തിലുള്ള സാധാരണ ജനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അറിവും നമുക്ക് ആ ഒരു സാഹിത്യങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. ഓക്കെ, इस समय का साहित्य मुख्यतः 4 रूपों में मिलता है. അപ്പോൾ ഒരു നാല് തരത്തിലുള്ള സാഹിത്യങ്ങൾ: സിദ്ധ സാഹിത്യ, തഥാ നാദ സാഹിത്യ, ജൈന സാഹിത്യ, രാസോ സാഹിത്യ, ചാരൺ സാഹിത്യ, ലോക് സാഹിത്യ. അപ്പോൾ സിദ്ധ സാഹിത്യ, ജൈന സാഹിത്യ, രാസോ സാഹിത്യ, ലോക സാഹിത്യ. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. 4 നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഓരോന്നിലും നമുക്ക് കുറച്ച് ആൾക്കാർ ആരൊക്കെ അതിൽ വരുന്നതെന്ന് നോക്കാം. പക്ഷെ അങ്ങനെ അങ്ങനെ അധികം അങ്ങനെ സിദ്ധ സാഹിത്യത്തിൽ നിന്ന് വരുന്നത് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ ഇത്രയും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സിദ്ധ ഓർ നാദ് സാഹിത്യ, ഈ ഒരു കാലഘട്ടം അപഭ്രംശ ഭാഷയാണ് കേട്ടോ. അപഭ്രംശ ഭാഷയാണ് സിദ്ധ സാഹിത്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബൗദ്ധധർമ്മത്തിൻ്റെ ഒരു പ്രചരണം ഒക്കെ ആണ് ഈ ഒരു കാലഘട്ടത്തിൽ. പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ സർഹപ്പ, ശബ്രപ്പ. എന്ന് ലാസ്റ്റ് വരുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. സർഹപ്പ, ശബ്രപ്പ. സർഹപ്പയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കൃതിയാണ് ദോഹാകോഷ്. ശബ്രപ്പയുടെ ചര്യാപത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സർഹപ്പ ഒന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. ലാസ്റ്റ് നമ്മൾ എല്ലാ രചനകളും ഒരുമിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് എഴുതി വെച്ചാൽ മതി. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, സിദ്ധ സാഹിത്യത്തിൽ നമുക്ക് വരുന്ന ആളാണ്
സിദ്ധ സാഹിത്യത്തിൽ നമുക്ക് വരുന്ന ആളാണ് സർഹപ്പ. ഓക്കെ, അപ്പോൾ സിദ്ധ സാഹിത്യം അപഭ്രംശാണ് ഭാഷ, ബൗദ്ധ ധർമ്മമാണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവർ രണ്ടാൾക്കാർ സർഹപ്പ, ശബ്രപ്പ, പാപ്പ. ഇനിയും കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പാപ്പ ലാസ്റ്റ് വരുന്ന ആൾക്കാരെല്ലാവരും സിദ്ധ സാഹിത്യത്തിൽ വരുന്ന ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ് ജൈന സാഹിത്യം. അപഭ്രംശ് തന്നെയാണ് ഇവിടെയും ഭാഷയായിട്ട് വരുന്നത്, അപഭ്രംശാണ്. ജൈന മതത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ് അവർ ഉദ്ദേശിച്ചത്, ജൈനധർമ്മത്തിൻ്റെ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്വയംഭൂ ആണ് ഈ ഒരു സമയത്ത്, ജൈന സമയത്ത് സ്വയംഭൂ ആണ്. സ്വയംഭൂയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് പൗമചരിതാണ് കേട്ടോ. പൗമചരിത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് പൗമചരിത്. പക്ഷെ പൗമചരിതിൽ രാമകഥയാണ്. ജൈനമതം ഡെവലപ്പ് ചെയ്യുന്ന ആളാണ് സ്വയംഭൂ എങ്കിലും പൗമചരിതാണ് സ്വയംഭൂവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി. കാരണം എന്താണ്, ജൈനല്ല, അതിൽ രാമകഥയാണ് ഉള്ളത്. അപ്പം അതൊന്നും നോക്കി വയ്ക്കുക. സ്വയംഭൂ ആണ് നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പം നമ്മൾ സർഹപ്പ നോക്കണം, സ്വയംഭൂ നോക്കണം. ഇതിൽ വേറെ ആൾക്കാർ സ്വയംഭൂ, പുഷ്പദന്ത്, ധനപാൽ എല്ലാവരും ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതത്രയും ടെൻഷനൊന്നും അടിക്കേണ്ട. നെക്സ്റ്റ് രാസോ സാഹിത്യമാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് ചാരൻ കാൽ വരുന്നത്. രാസോ സാഹിത്യങ്ങൾ നമുക്കറിയാമല്ലേ, പൃഥ്വിരാജ് രാസോ, ബിസൽ ദേവ് രാസോ, അങ്ങനെയുള്ള പരമാൽ രാസോ, അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് ചാരൻ കാൽ വരുന്നത്. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാരൻ കാൽ. ഇത് നന്നായി തന്നെ പഠിക്കണം. ഓക്കെ, സിദ്ധ സാഹിത്യം, ജൈന സാഹിത്യം ഒന്നും നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയില്ലെങ്കിൽ കൂടെ അതിൽ രണ്ടിലും അപഭ്രംശ ഭാഷയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിദ്ധിലുള്ളത് നമ്മളുടെ സർഹപ്പയാണ്, ജൈനിലുള്ളത് സ്വയംഭൂ ആണ് എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ചാരൻ സാഹിത്യം അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും. ചാരൻ സാഹിത്യത്തിലെ മെയിൻ ആയിട്ടുള്ള ഭാഷ ഡിങ്കലും പിങ്കലുമാണ്. ഓക്കെ, അപഭ്രംശിലുള്ള ഒരു ഭാഷ തന്നെയാണ് കേട്ടോ ഡിങ്കൽ പിങ്കൽ, അവരുടെ ഒരു ഭാഷ. ഓക്കെ, ദർബാരി കവികളും ദർബാരി സാഹിത്യങ്ങളുമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. രാജാക്കന്മാരുടെ അധീനതയിലുള്ള ദർബാറിൽ താമസിക്കുന്ന കവികൾ അവരുടെ ആശ്രയദാത രാജാവും കി പ്രശംസയാണ് ഇവിടെ നടക്കുന്നത്. ആശയദാതാരായിട്ടുള്ള രാജാക്കന്മാരുടെ പ്രശംസ, അവരുടെ വീരകഥകളുടെ വർണ്ണന, അവരുടെ ഇതിലുള്ള ശൃംഗാര വർണ്ണനകൾ മാത്രമേ ഇതിലുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഓർത്ത് വയ്ക്കുക, ശൃംഗാർ, വീർ, ഇത് രണ്ടും വന്നത് ചാരൻ കാലത്തിലാണ്. ലാംഗ്വേജ് ഓർത്ത് വയ്ക്കുക, ഡിങ്കൽ, പിങ്കൽ. ഓക്കെ, ദർബാർ ഓർത്ത് വയ്ക്കുക, ദർബാരി കവികളാണ് ഇതിൽ കൂടുതലുള്ളത്. ആശ്രയദാത രാജാവും കി പ്രശംസ. ഓക്കെ, അത്രയും ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാരൻ കാൽ. നമുക്കറിയാലോ ചരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാണല്ലേ, കാലിൻ്റെ അടിയിൽ പെട്ടുപോയ ആൾക്കാരാണ്. ഓക്കെ, അവർക്ക് വേറെ ഒന്നും എഴുതാൻ നിവൃത്തിയില്ല. അവർക്ക് രാജാക്കന്മാരുടെ വീരകഥകൾ പറയാൻ മാത്രമേ അവർക്ക് സാധിക്കുള്ളൂ. അപ്പം യുദ്ധമാണ് അവർ മുഴുവൻ കാണുന്നത്. ഒരു നാട്ടുരാജ്യം അടുത്ത നാട്ടുരാജ്യമായിട്ട് യുദ്ധം ചെയ്യുക, ജയിക്കുക, അങ്ങനെയുള്ള കഥകളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് ചന്തബാർദായിയുടെ പൃഥ്വിരാജ് രാസോ, ദളപതിയുടെ ഗുമാൻ രാസോ, നരപതി നാൽഹിൻ്റെ ബിസൽ ദേവ് രാസോ, ജാക്നിക്കിൻ്റെ അൽഹാഗണ്ട്. ഓക്കെ, അൽഹാഗണ്ടിൻ്റെ വേറൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, പരമാൽ രാസോ. അപ്പോൾ അതും ഓർത്ത് വയ്ക്കാം. ഇനിമേം സർവാധിക് മഹത്വപൂർണ്ണ പൃഥ്വിരാജ് രാസോ ആണ് ഏറ്റവും പ്രശസ്തിയുള്ളത്. കാരണം എന്താണ്, മഹാകാവ്യമാണ് അല്ലേ, പൃഥ്വിരാജ് രാസോ മഹാകാവ്യമാണ്. അതുകൊണ്ടാണ് അത് ഇത്രയും ഇമ്പോർട്ടൻറ്റ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചാരൻ സാഹിത്യ നമ്മൾ ആദ്യകാലം പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ചാരൻ സാഹിത്യമാണ്. കാരണം ചാരൻ സാഹിത്യത്തിൽ നിന്നാണ് വീരഗാഥാ കാൽ എന്നൊരു രാമചന്ദ്ര ശുക്ലജി വീരഗാഥാ കാൽ എന്നുള്ള പേരെടുക്കാൻ തന്നെ കാരണം ചാരൻ കാൽ എന്നാണ്. ഗ്രിയാസനും പേരെടുത്തത് എവിടെ നിന്ന് തന്നെയാണ്, ഈ ചാരൻ സാഹിത്യത്തിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായി തന്നെ നോക്കാം. നെക്സ്റ്റ് ലോക സാഹിത്യമാണ്.
ഇതിൽ നമുക്ക് രണ്ടാൾക്കാരാണ് മെയിൻ ആയിട്ടുള്ളത്, അമീർ ഖുസ്രോയും വിദ്യാപതിയും. അമീർ ഖുസ്രോനെ ഓർക്കുമ്പോൾ ഗഡി ബോലിയുടെ ആദി കവി, ഗഡി ബോലി ഭാഷയുടെ ആദി കവിയാണ് സ്വയംഭു. ഓക്കെ, അല്ല സോറി, അമീർ ഖുസ്രോ. ഓക്കെ, സോറി, അമീർ ഖുസ്രോ ഗഡി ബോലിയുടെ ആദ്യ കവിയാണ്. സ്വയംഭു പഠിക്കുന്ന സമയത്ത് സ്വയംഭു അബബ്രംഷിൻ്റെ ആദ്യ കവിയാണ് കേട്ടോ. ആ സമയത്ത് ഞാനത് പറഞ്ഞില്ല, സോറി, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. സ്വയംഭു അപഭ്രംശ് ഭാഷയിലെ ആദ്യ കവിയാണ് കേട്ടോ. സ്വയംഭു അപഭ്രംശ് ഭാഷയിൽ, അതൊന്ന് എഴുതി വയ്ക്കുക. ഞാൻ എൻ്റെ സ്ലൈഡിൽ അത് ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചതാണ്, വിട്ടുപോയതാണ്. സ്വയംഭു അപഭ്രംശ് ഭാഷയുടെ ആദ്യ കവിയാണ്. ഗഡി ബോലിയുടെ ആദ്യ കവി അമീർ ഖുസ്രോ ആണ് കേട്ടോ. അമീർ ഖുസ്രോ ഗഡി ബോലിയുടെ ആദ്യ കവി, സ്വയംഭു അപഭ്രംശ് ഭാഷയുടെ ആദ്യ കവി. ഓക്കെ, പിന്നെ ലോക് സാഹിത്യത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൈഥിലി കോക്കിലായിട്ടുള്ള വിദ്യാപതിയാണ്. വിദ്യാപതി എന്തുകൊണ്ടാണ് മൈഥിലി കോക്കിൽ എന്ന് വിളിച്ചത്, അതെല്ലാം ഈ സ്ലൈഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിദ്യാപതിയുടെ ഭാഗം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. വിദ്യാപതി 2 ഭാഷകളിലാണ് എഴുതിയിരിക്കുന്നത്, മൈഥിലിയിലും അവഹട്ടിലും. അപ്പോൾ മൈഥിലിയിൽ എഴുതിയിരിക്കുന്ന ആ രചന, പദാവലിയുടെ ആ ഒരു ഭംഗി കൊണ്ടാണ് നമ്മുടെ വിദ്യാപതിനെ മൈഥിലി കോക്കിൽ എന്ന് വിളിക്കാൻ കാരണം കേട്ടോ. പിന്നെ അവഹട്ട് ഭാഷയിലും 2 രചനകളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ വിദ്യാപതി ഓർക്കുക, മൈഥിലി കോക്കിൽ ആരാണ്, വിദ്യാപതിയാണ്. കാരണം എന്താണ്, മൈഥിലി ഭാഷയിൽ അദ്ദേഹം എഴുതിയ കൃതി കൊണ്ടാണ്. ആ കൃതിയെക്കുറിച്ച് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വിദ്യാപതി 2 ഭാഷകളിലാണ് കൃതികൾ എഴുതാറ്, മൈഥിലിയിലും അവഹട്ടിലും. ഗഡി ബോലിയിൽ എഴുതുന്ന അമീർ ഖുസ്രോയും ഈ ലോക് സാഹിത്യത്തിലാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യകാലിലെ പ്രമുഖ രചനകൾ നോക്കാം. 1 സർഹപ്പ ദോഹാ ഘോഷ്, 2 സ്വയംഭു പൗമചരിത്, 3 ചന്തബർദായി പൃഥ്വിരാജ് രാസോ, 4 നരപതി നാൾ ബിസൽദേവ് രാസോ, 5 ജാക്നേക് പരമാൽ രാസോ, 6 ദലപത് വിജയ് ഗുമാൻ രാസോ, 7 വിദ്യാപതി കീർത്തിലത കീർത്തി പതാക പദാവലി, 8 അമീർ ഖുസ്രോ പഹേലിയ ആശിക. ഓക്കെ, ഈ ഒരു 8 പേരുടെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ തന്നെ ആദ്യകാലിൽ വരുന്ന രചനകളെ കുറിച്ചിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കോഡുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് 1 സർഹപ്പ ദോഹാ ഘോഷ്. നമുക്ക് ഇത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാമല്ലേ, കബീർദാസിൻ്റെ ദോഹ, കൽ കരേ തോ ആജ് കർ, ആജ് കരേ തോ അബ് കർ. അതായത് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക. അപ്പോൾ പ്രളയം എപ്പോൾ വേണമെങ്കിലും വരാം എന്നാണ് കബീർദാസ് പറയുന്നത്. അപ്പോൾ ഈ ദോഹയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ സറിനെ തലയെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ദോഹ കേട്ടാൽ നമ്മുടെ തലയ്ക്കൊരു ഉത്തേജനം ഉണ്ടാവും. അപ്പോൾ സർഹപ്പ അതങ്ങനെ കണക്ട് ചെയ്യുക, തലയ്ക്കൊരു തല, അത് അങ്ങനെ കണക്ട് ചെയ്യുക. സർഹപ്പ ദോഹ കോഷ്. ഓക്കെ, അപഭ്രംശ ഭാഷയിലാണ് ഉള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്വയംഭു പൗമചരിത്. ഓക്കെ, അപ്പോൾ സ്വയംഭു ഒക്കെ എവിടെയാണ് ഉണ്ടാവുക? സ്വയംഭു നമുക്കറിയാം അല്ലേ, കാടുകളിലാണ് സ്വയംഭുകൾ കണ്ടു എന്ന് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളത്. അതായത് ആരെങ്കിലുമൊക്കെ പുല്ല് വെട്ടാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ പുല്ല് വെട്ടുന്നതിനിടയിൽ ഒരു കല്ലുമ്മ വാള് അല്ലെങ്കിൽ ആ ഒരു സാധനം കൊണ്ടപ്പോൾ, അവരുടെ ആയുധം കൊണ്ടപ്പോൾ ചോര വന്നു. അവരാകെ അവിടെ പിന്നെ അമ്പലം പണിയുന്നു. അപ്പോൾ എന്താണ്, കാടിൻ്റെ ഉള്ളിൽ പമ്മിയിരിക്കുന്നതായിട്ടാണ് നമ്മൾ സ്വയംഭുകളെ കഥകളിൽ കേട്ടിട്ടുള്ളത് അല്ലേ. അപ്പോൾ സ്വയംഭു എഴുതിയത് പൗമചരിതാണ്. ഓക്കെ, രാമനെ കുറിച്ചിട്ടുള്ള കഥയാണ് കേട്ടോ പൗമചരിത്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. സ്വയംഭു ആണ്. സ്വയംഭു എവിടെയുണ്ടാവുക? കാട്ടിൽ ഇങ്ങനെ പമ്മിയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പൗമചരിത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് കോഡുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ പഠിക്കുക കേട്ടോ. ഇതിൽ നിന്ന് നല്ല കോഡുകൾ കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും ആ കോഡുകൾ പഠിക്കാം. അല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്കും അത് ഉപകാരപ്പെടും. നെക്സ്റ്റ് ബർദായിയുടെ പൃഥ്വിരാജ് രാസോ. ഓക്കെ, പ്രഥം മഹാകാവ്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ആദ്യകാല പൃഥ്വിരാജ് രാസോ. ചന്തബർദായി നമുക്കറിയാമല്ലേ, പൃഥ്വിരാജിന് ഭയങ്കര ചന്തമാണ് അല്ലേ. ചന്തം മീൻസ് ഭംഗി അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള പൃഥ്വിരാജിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ചന്തം
പൃഥ്വിരാജിലേക്ക് എത്താൻ ശ്രമിക്കുക. ഓക്കെ, പൃഥ്വിരാജ് രാസോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ്, ഹിന്ദി സാഹിത്യത്തിലെ പ്രഥമ മഹാകാവ്യമാണ്. അപ്പോൾ ചന്ത ബർദായി ആണ് അത് എഴുതിയത്. ഓക്കെ, ഈ ഒരു ഗ്രന്ഥത്തിൽ ആബു കെ യജ്ഞകുണ്ടത്തിൽ നിന്ന് 4 ക്ഷത്രിയ കുലങ്ങൾ ഉണ്ടാവുകയും അതിൽ ചൗഹാനോം ധാര അജ്മേർ മേ രാജ്യസ്ഥാപന, ചൗഹാന്മാർ എന്ത് ചെയ്യും, അജ്മേരിൽ അവരുടെ രാജ്യം സ്ഥാപിക്കുകയും പൃഥ്വിരാജ് ചൗഹാൻ കാ വേഷ് പരിചയം, പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ചുള്ള വിവരണവും ജയചന്ദിനോടുള്ള വിരോധവും സംയോഗ്യതയോട് കൂടിയുള്ള സ്വയംവരവും മുഹമ്മദ് ഗോരി കാ ആക്രമണം, എന്നിട്ട് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോരി ആക്രമിക്കുന്നതും പൃഥ്വിരാജിനെ ബന്ധനസ്ഥനാക്കുന്നതും ഒക്കെയാണ് ഈ ഒരു രചനയിൽ പറയുന്നത്. ഓക്കെ, 2500 പേജുകളുള്ള 69 അധ്യായങ്ങളുള്ള ഒരു വലിയ ഗ്രന്ഥമാണ് പൃഥ്വിരാജ് രാസോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. പൃഥ്വിരാജ് രാസോ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറയും. ചന്ത ബർദായിയുടെ പൃഥ്വിരാജ് രാസോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കോഡ് എന്താണ്? ചന്തമുള്ള പൃഥ്വിരാജ്. നമുക്കറിയാമല്ലേ, പൃഥ്വിരാജ് നമുക്ക് എല്ലാവരുടെയും ഫേമസ് ആയിട്ടുള്ള ഫേവറേറ്റ് ആക്ടറാണ്. അപ്പോൾ ചന്തമാണല്ലേ, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ചന്തമുള്ള പൃഥ്വിരാജ്. നെക്സ്റ്റ്, നരപതി നാൽഹിൻ്റെ ബീസൽദേവ് രാസോ. ഓക്കെ, നമുക്കറിയാമല്ലേ, നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ നടക്കുമ്പോൾ ചില നരപതിമാർ, അതായത് കുറച്ച് അഹങ്കാരമുള്ള ആണുങ്ങൾ എന്ത് ചെയ്യും, വിസിലടിക്കും അല്ലേ, വിസിലടിച്ച് പാട്ടൊക്കെ പാടില്ല. അത് ഓർത്ത് വെച്ചാൽ മതി. നരപതി നാൽഹിൻ്റെ ബീസൽദേവ് രാസോ. അപ്പം നരപതികൾ, അതായത് ആണുങ്ങളാണെന്ന് ഇത്തിരി അഹങ്കാരമുള്ള കുറച്ച് കുരുത്തം കെട്ട ആൾക്കാർ എന്ത് ചെയ്യും, വിസിലടിക്കും അല്ലേ, ബീസൽദേവ് വിസിലടിക്കും. ഓക്കെ, അവരെന്തിനു വേണ്ടിയിട്ടാണ് വിസിലടിക്കുന്നത്? പ്രേമമാണല്ലോ അവരുടെ ലക്ഷ്യം, പ്രേമ കാവ്യമാണ്. അവർ ചിലപ്പോൾ പാട്ടും പാടും അല്ലേ, വിസിലടിച്ചിട്ട് ശൃംഗാര ഭാവമായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. നരപതികൾ എന്ത് ചെയ്യും, വിസിലടിക്കും. അവരുടെ ഉദ്ദേശം പ്രേമമാണ്. അവർ ചിലപ്പോൾ പാട്ടും പാടിയെന്ന് വരും. അവരുടെ രസം ശൃംഗാര രസമാണ്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നരപതി നാൽഹാണ്. നരപതി നാൽഹിൻ്റെ ബീസൽദേവ് രാസോ പ്രേമ കാവ്യമാണ്, ഗേയ കാവ്യം, പാടാൻ പറ്റുന്നതാണ്, ശൃംഗാര രസമാണ് കേട്ടോ. ആക്ച്വലി നരപതി നാൽഹിൽ 4 സർഗങ്ങളാണുള്ളത് കേട്ടോ. 4 സർഗങ്ങളുള്ള ആദ്യത്തെ സർഗിൽ मालवा के राजा भोज परिवार की पुत्री राजमती का सांपर नरेश ബീസൽദേവ് കെ സാത്ത് വിവാഹ് കാ വർണ്ണൻ, അതായത് രാജമതി ബീസൽദേവിനെ കല്യാണം കഴിക്കുന്നതാണ് ആദ്യത്തെ സർഗത്തിലുള്ളത്. രണ്ടാമത്തെ സർഗത്തിൽ ബീസൽദേവ് കാ രണയാത്ര, ബീസൽദേവിൻ്റെ രണയാത്രയാണ് രണ്ടാമത്തെ സർഗത്തിലുള്ളത്. രാജമതിയുടെ വിയോഗമുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബീസൽദേവും രാജമതിയുടെയും ഒരു സ്റ്റോറിയാണ് ബീസൽദേവ് രാസോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നരപതി നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു, നരപതിമാർ റോട്ടിൽ നിന്ന് വിസിലടിക്കും. അവരുടെ ഉദ്ദേശം പ്രേമമാണ്, അവരുടെ രസം ശൃംഗാരമാണ്, അവർ ചിലപ്പോൾ പാട്ടും പാടും. സോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതിലുള്ളത് ബീസൽദേവും രാജമതിയുടെയും കഥയാണ്. ഓക്കെ, 4 സർഗങ്ങളുള്ള ഒരു കാവ്യമാണ്. നെക്സ്റ്റ്, ജഗ്നിക്. ഓക്കെ, ജഗ്നിക്കിൻ്റെ പരമാൾ രാസം, അൽഹാഖണ്ഡ്. ഓക്കെ, അൽഹാഖണ്ഡ് എന്നും പറയും കേട്ടോ. ജഗ്നിക്കിൻ്റെ ആണ്. അപ്പോൾ കോഡായിട്ട് നമ്മളിങ്ങനെ മേടിക്കാം, ഗ്യാസിൽ നിന്ന് പരിമളം വന്നു. ഓക്കെ, നമ്മുടെ അടുക്കളയിൽ ഗ്യാസിൽ നിന്ന് പരിമളം വന്ന് നമ്മൾ എന്താവണം, ജാഗരൂകരാവണം അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. പരിമളം നല്ല പരിമളമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ, ഇവിടെ യുദ്ധവർണ്ണനകളാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ലതൊന്നുമല്ല. ഓക്കെ, പരിമളമാണ്. അപ്പോൾ ഗ്യാസിൽ നിന്ന് പരിമളം വരുമ്പോൾ ജാഗരൂകരാവണം. ഓക്കെ, ഇത് എക്സാമിന് വരുമ്പോണ്ടല്ലോ ആദ്യകാലയിൽ ആൾക്കാർ തന്നെയായിരിക്കും ഓപ്ഷനിലെല്ലാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജാഗരൂകരാവണം. പരിമളം വന്നാൽ, എവിടെ നിന്നുള്ള പരിമളം വന്നാൽ, ഗ്യാസിൽ നിന്നുള്ള പരിമളം വന്നാൽ. ആക്ച്വലി ഈ ഒരു കഥയിൽ അൽഹയുടെയും ഉദയ് സിംഗിൻ്റെയും 52 യുദ്ധവർണ്ണനകളാണ്. 52 യുദ്ധങ്ങൾ അവർ ചെയ്തതിൻ്റെ വർണ്ണനകളാണ് ഈ ഒരു അൽഹാഖണ്ഡ്. അതുകൊണ്ടാണ് ഇതിന് അൽഹാഖണ്ഡ്. അൽഹയും ഉദൽ അല്ലെങ്കിൽ ഉദയ് സിംഗിൻ്റെയും യുദ്ധമാണ് കേട്ടോ. 52 യുദ്ധങ്ങളാണ് ഇതിന് പറയുന്നത്. അപ്പം ഓർത്ത് വയ്ക്കുക, ജാഗ്നിക്കിൻ്റെ പരിമൾ രാസോ, പരിമളം, ഗ്യാസിൽ നിന്ന് പരിമളം വന്നാൽ നമ്മൾ ജാഗരൂകരാവണം. നെക്സ്റ്റ്, ദളപതി വിജയ്.
ദളപത് വിജയ് ഡേ ഗുമാൻ റാസോ. നമുക്കറിയാം അല്ലേ, നമ്മളെ കോഡിലൂടെ എങ്ങനെ പഠിക്കും, ദളപതി വിജയ് ഭയങ്കര സ്റ്റൈലാണ് അല്ലേ. അപ്പോൾ സ്റ്റൈലാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയില്ലേ ഭയങ്കര ഗുമ്മാണ് കാണാനെന്ന്, അതങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ദളപത് വിജയുടെ ഗുമാൻ റാസോ. ഓക്കെ, ദളപതി വിജയ് ഭയങ്കര ഗുമ്മാണ് കാണാൻ, ഭയങ്കര സ്റ്റൈലാണ് കാണുന്നത്. ഇപ്പം ഈ ചിലർ കാണാൻ ഒരു ഗുമ്മില്ല കാണാൻ, അതായത് ഒരു സ്റ്റൈലില്ല. അപ്പോൾ ദളപതി വിജയ് ഇങ്ങനെ ഭയങ്കര സ്റ്റൈലാണ്. അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും, ദളപതി വിജയ് ഭയങ്കര ഗുമ്മാണ് കാണാൻ, ഗുമാൻ റാസോ. ഓക്കെ, അതങ്ങനെ ഓർത്ത് വയ്ക്കാം. കോഡ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കോഡ് പഠിക്കേണ്ട കേട്ടോ, നിങ്ങൾ പുതുതായിട്ട് കോഡുകൾ ഉണ്ടാക്കാം. നെക്സ്റ്റ്, വിദ്യാപതിയുടെ കീർത്തിലത, കീർത്തി പതാക, പദാവലി. ഓക്കെ, കീർത്തിലതയും കീർത്തി പതാകയും വിദ്യാപതി ഏത് രാജാക്കന്മാരെ ആശ്രിതനായിട്ടാണോ ഇരുന്നിരുന്നത് ആ രാജാക്കന്മാരെ കുറിച്ചിട്ടുള്ള കൃതികളാണ് കീർത്തിലതയും കീർത്തി പതാകയും. പദാവലി കൃഷ്ണനെയും രാധയും കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് വിദ്യാപതിനെ കുറിച്ചിട്ട് ഇത്തിരി ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. വിദ്യാപതിയുടെ അപ്പോൾ വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുത്തിനിരുത്തൊക്കെ നമുക്ക് ഓർമ്മ വരില്ല. ആ സമയത്ത് നമുക്ക് എന്താ ഓർമ്മ വരിക, കീർത്തനങ്ങൾ. ആ കുട്ടികൾ സരസ്വതിയുടെ മുന്നിൽ നമുക്ക് എപ്പോഴും വിദ്യ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാൻ നമുക്ക് പാട്ട് പഠിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ പാട്ടിൽ എന്തൊക്കെയുണ്ട്, പദാവലികളുണ്ട്. ആ പദാവലികളിലൊക്കെ എന്തുണ്ട്, കീർത്തനങ്ങളാണ് അല്ലേ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. വിദ്യാപതി വിദ്യയുടെ പതിയാണ് അല്ലേ, വിദ്യയുടെ രാജാവാണ്, സംഗീതമാണ്, കീർത്തനങ്ങളാണ്, പദാവലികളാണ്. അങ്ങനെ ഓർത്ത് വയ്ക്കുക. വിദ്യാപതി, കീർത്തിലത, കീർത്തി പതാക, പദാവലി. വിദ്യ കീർത്തനങ്ങളും പദാവലികളുമാണ്. ഓക്കെ, വിദ്യാപതിയാണ് അല്ലേ. വിദ്യയുടെ പതി ആരാണ്, സംഗീതമാണ്. സംഗീതത്തിൽ എന്തൊക്കെയുണ്ട്, കീർത്തനങ്ങളും പദാവലികളും എല്ലാം ഉണ്ട്. അങ്ങനെ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് അമീർ ഖുസ്രുവിൻ്റെ പഹേലിയ ആശിക, 2 കൃതികളാണ്. പഹേലിയ ആശിക. ഓക്കെ, പഹേലിയ നമുക്കറിയാമല്ലേ, പസിൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓരോ പസിൽസിനും ഓരോ ആശയങ്ങളുണ്ടാവും. ഈ പസിൽസിലുള്ള ആശയങ്ങൾ കണ്ടെത്തി പസിൽസിൻ്റെ ആൻസർ കണ്ടെത്തുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, അമരമായ സന്തോഷം ഉണ്ടാവും അല്ലേ, അമരമായ ഗൂസ് ബൂംസ് ഉണ്ടാവും അല്ലേ. അതാണ് പസിൽസ് ചെയ്ത് കഴിഞ്ഞാൽ, പസിൽസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, അത് കണ്ടുപിടിച്ച് അന്ന് ക്ലിക്കായി കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂസ് ബൂംസ് ഉണ്ടായി, അമരമായ ഗൂസ് ബൂംസ്. അതാണ് അമീർ ഖുസ്രുവിൻ്റെ പഹേലിയ ആശിക. ഓക്കെ, അമീർ ഖുസ്രു ഇമ്പോർട്ടൻ്റ് ആണ്, സ്വയംപി ഇമ്പോർട്ടൻ്റ് ആണ്. അമീർ ഖുസ്രു ഗഡിബോളിയുടെ പ്രഥം കവിയാണ് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ഇത്രയാണ് കൃതികളെ കുറിച്ചിട്ട്, ആദ്യകാല കൃതികളെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഇത്രയും പ്രമുഖ രചനയും ഇത്രയുമാണ് കേട്ടോ. നെക്സ്റ്റ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഒന്നും കൂടെ പറയുന്നു. ഗഡിബോളിലെ ഫസ്റ്റ് കവി അമീർ ഖുസ്രു, അപഭ്രംശിൻ്റെ ഫസ്റ്റ് കവി സ്വയംഭു. ആദ്യകാല 2 തരത്തിൽ മുക്തകാവ്യങ്ങളും പ്രബന്ധ കാവ്യങ്ങളും ഉണ്ട്. മുക്തകാവ്യം വിദ്യാപതിയുടെ പദാവലിയാണ് കേട്ടോ, കൃഷ്ണനിൻ്റെ അതേക്കുറിച്ചിട്ടുള്ള പദാവലിയാണ്. പ്രബന്ധ കാവ്യ പൃഥ്വിരാജ് രാസോൻ്റെ ചന്തബർദായാണ്. ഇതും ഒന്ന് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ് നമ്മുടെ പൃഥ്വിരാജ് രാസു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഓൾറെഡി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, മഹാകാവ്യമാണ്. ചന്തബർദായി, ചന്തമിള്ളാള് പൃഥ്വിരാജാണ് അല്ലേ. വീരരസമാണ്, 69 സർഗങ്ങളുണ്ട്, 2500 പേജുകളുണ്ട് കേട്ടോ ഇതിൽ. ഓക്കെ, നമ്മളെ പൃഥ്വിരാജ് ചൗഹാൻ്റെ ജീവിതമാണ്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ മുഹമ്മദ് ഗോരി വന്നിട്ട് യുദ്ധം നടത്തുന്നതും മുഹമ്മദ് ഗോരി നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെ ബന്ധനസ്ഥനാക്കുന്നതും ഒക്കെയാണ് ഈ കഥയിലുള്ള വർണ്ണന, യുദ്ധവർണ്ണനയാണ് കേട്ടോ. പൃഥ്വിരാജിൻ്റെ വീരരസങ്ങൾ നിറച്ചും ഇതിലുണ്ട്. അവസാനം മുഹമ്മദ് ഗോരി പൃഥ്വിരാജിനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിദ്യാപതിയെ നോക്കാൻ പോവാണ്. ഓക്കെ, ഹരിഔത്ത്, അയോധ്യ സിംഗ് ഉപാധ്യായൻ ഹരിഔത്താണ് വിദ്യാപതിനെ മൈഥിലി കോക്കിൽ നിന്ന് വിളിച്ചത്. കാരണം മൈഥിലി ഭാഷയിൽ നമ്മുടെ വിദ്യാപതി എഴുതിയ കൃതിയാണ് പദാവലി. ആ ഒരു പദാവലിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ ഹരിഔത്ത് നമ്മുടെ വിദ്യാപതിനെ മൈഥിലി കോക്കിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ ഇടയിൽ കൊടുക്കുന്നുണ്ട്. ഗീത ഗോവിന്ദ്, അതായത് സംസ്കൃതത്തിൽ ജയദേവൻ എഴുതിയ ഗീത ഗോവിന്ദ് ഉണ്ട്, അതിൽ ആ പദാവലി ഭയങ്കര ശ്രേഷ്ഠമാണ്. ഓക്കെ, ആ ഒരു അനുഭവം, അത് വായിക്കുമ്പോൾ ഗീത ഗോവിന്ദ്, ജയദേവിൻ്റെ സംസ്കൃതത്തിലുള്ള ഗീത ഗോവിന്ദ് വായിക്കുമ്പോൾ എന്ത് അനുഭവമാണ് ഉണ്ടാകുന്നത്, അതേപോലെയാണ് വിദ്യാപതിയുടെ പദാവലി വായിക്കുമ്പോൾ എന്നതാണ് പറയുന്നത്. അപ്പം
അതുകൊണ്ടാണ് പദാവലി മൈഥിലി ഭാഷയിലായതുകൊണ്ടാണ് മൈഥിലി കോക്കിൽ എന്ന് ആരെ വിളിച്ചത്? നമ്മുടെ വിദ്യാപതിനെ ആര് വിളിച്ചു? ഹരിയൗത്ത് വിളിച്ചു. അത് ഓർത്ത് വെക്കുക കേട്ടോ. മൈഥിലി കോക്കിലിന് നമ്മുടെ വിദ്യാപതിനെ ആര് വിളിച്ചു? ഹരിയൗത്ത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കൃതികൾ കീർത്തിലത, കീർത്തി പതാക, പദാവലി. ഓക്കെ, ഈ നമ്മുടെ വിദ്യാപതി ആരുടെ ദർബാറിലെ കവിയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. രാജാ കീർത്തി സിംഗ്, രാജാ ശിവസിംഗ്, 2 രാജാക്കന്മാരുടെ ദർബാറിൽ നമ്മുടെ വിദ്യാപതി ഇരുന്നിട്ടുണ്ട്. രാജാ കീർത്തി സിംഗിൻ്റെയും രാജാ ശിവസിംഗിൻ്റെയും. രാജാ കീർത്തി സിംഗിനെ കുറിച്ചിട്ട് അപ്പോൾ എഴുതിയ രചനയാണ് കീർത്തിലത. അവഹട്ട് ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അവഹട്ട് ഭാഷയിൽ എഴുതിയ അപ്പോൾ ആ രാജാവിൻ്റെ കീഴിലാണ് നിൽക്കണം. അപ്പോൾ ആ രാജാവിനെ കുറിച്ചിട്ട് ഒരു കൃതി എഴുതണ്ടേ, അതുകൊണ്ട് എഴുതിയതാണ് കീർത്തിലത രാജാ കീർത്തി സിംഗ്, അതായത് കീർത്തിലത കീർത്തി സിംഗ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് രാജാ ശിവസിംഗിൻ്റെ കീഴിലിരുന്നപ്പോൾ എഴുതിയതാണ് കീർത്തി പതാക. അപ്പോൾ കീർത്തി രാജാവിൻ്റെ അടുത്ത് നിന്നപ്പോൾ നമുക്ക് വേറെ ഒന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ശിവൻ എന്താണ്? ഹിമാലയത്തിലാണല്ലേ. ഹിമാലയത്തിൽ ഇങ്ങനെ വലിയ മലയുടെ മുകളിലൊക്കെ കയറി കഴിഞ്ഞ ആൾക്കാർ അവിടെ ഒരു പതാക കുത്തുമല്ലോ, അതാണ് ശിവസിംഗ്. ശിവൻ എന്ന് ഓർക്കുമ്പോൾ ഹിമാലയം ഓർക്കാം, മലകൾ ഓർക്കാം. മലകളുടെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പതാക കുത്തും അല്ലേ. അങ്ങനെ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ. ഓക്കെ, കീർത്തി പതാക. ഓക്കെ, അപ്പോൾ രാജാ കീർത്തി സിംഗിനെ കുറിച്ചിട്ട് എഴുതിയത് കീർത്തിലതയാണ്, അവഹട്ടാണ് ഭാഷ. രാജാ ശിവസിംഗിനെ കുറിച്ചിട്ട് എഴുതിയത് കീർത്തി പതാകയാണ്, അവഹട്ടാണ് ഭാഷ. 2 ഭാഷ സംസ്കൃതത്തിലൊക്കെ വിദ്യാപതി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമുക്ക് അധികം നോക്കൊന്നും വേണ്ട. അവഹട്ടിലുള്ള 2 രചനകൾ നോക്കാം, മൈഥിലിയിലുള്ള ഒരു രചന നോക്കാം. ഓക്കെ, പദാവലി മൈഥിലിയിലാണ് എഴുതിയിരിക്കുന്നത്. കൃഷ്ണനെയും രാധയും ആണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, കൃഷ്ണനെയും രാധയും കുറിച്ചിട്ടുള്ള പദാവലിയാണ്. ഓക്കെ, മൈഥിലി ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിദ്യാപതിനെ മൈഥിലി കോക്കിൽ എന്ന് വിളിച്ചത് ആരാണ്? ഹരിയൗത്താണ്. 2 രാജാക്കന്മാരുടെ ദർബാറിൽ ഇരുന്നിട്ടുണ്ട്, രാജാ കീർത്തി സിംഗ്, രാജാ ശിവസിംഗ്. രാജാ കീർത്തി സിംഗിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് കീർത്തിലത. രാജാ ശിവസിംഗിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് കീർത്തി പതാക. പദാവലി കൃഷ്ണനെയും രാധയെയും കുറിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വിദ്യാപതിനെ ദർബാരി കവി എന്ന് വിളിക്കട്ടെ. അപ്പോൾ ദർബാരി കവി ആരാണ്? വിദ്യാപതിയാണ്. വിദ്യാപതിനെ അഭിനവ് ജയദേവ് എന്ന് വിളിച്ചത് രാജാ ശിവസിംഗ് ആണ്. അപ്പോൾ രാജാ ശിവസിംഗിൻ്റെ ദർബാറിലിരിക്കുന്ന സമയത്ത് രാജാ ശിവസിംഗ് ആണ് വിദ്യാപതിനെ അഭിനവ് ജയദേവ് എന്ന് വിളിച്ചത്. ശൃംഗാർ കവിയാണ് വിദ്യാപതി എന്ന് അഭിപ്രായമുള്ളത് രാമചന്ദ്ര ശുക്ലിനും രാമകുമാർ വർമ്മയ്ക്കുമാണ്. ഭക്തി കവിയാണ് വിദ്യാപതി എന്ന ഒരു തോന്നലുള്ളത് ഹസാരി പ്രസാദ് ദ്വിവേദിക്കും ശ്യാം സുന്ദർദാസിനുമാണ്. രഹസ്യവാദിയാണ് വിദ്യാപതി എന്നൊരു ചിന്തയുള്ളത് കുമാരസ്വാമിക്കും ഗ്രിയോസനുമാണ്. ഓക്കെ, അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർക്കാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്നത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ പഠിച്ചതിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. ഓക്കെ, शुक्लजी ने हिंदी साहित्य के काल विभाजन का नामकरण किस प्रकार किस आधार पर किया? എന്തിൻ്റെ ആധാരത്തിലാണ്? പ്രവൃത്തിക്ക് പ്രധാനത അല്ലേ, ആ ഒരു കാലഘട്ടത്തിലുള്ള പ്രവൃത്തികളാണ് അല്ലേ. 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രവൃത്തിക്ക് പ്രധാനത, പരമ്പര, പ്രമുഖ ഗ്രന്ഥ്, കോയി നഹി. ഏതാണ്? പ്രവൃത്തിയാണ് കേട്ടോ ആൻസർ. नेक्स्ट, हिंदी साहित्य के आरंभिक काल को आचार्य रामचंद्र शुक्ल ने क्या कहा है? എന്താണ് പറഞ്ഞത്? രാമചന്ദ്ര ശുക്ല എന്തെന്നാ പറഞ്ഞത്? വീരഗാഥാക്കാൽ. ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. ഇത് ക്വസ്റ്റ്യൻ കാറ്റഗറിന് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും ചോദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം. വീരഗാഥാക്കാൽ എന്ന ആദ്യകാലനെ പറഞ്ഞത് ആരാണ്? അപ്പം നമ്മൾ രാമചന്ദ്ര ശുക്ല. അപ്പോൾ രാമചന്ദ്രനെ വീരനാക്കിയത് ആചാര്യനാണ്, അത് ഓർത്ത് വയ്ക്കാം. നെക്സ്റ്റ്, ബീസൽദേവ് രാസോമേ പ്രധാന രസ് കോൺസാഹെ? ശൃംഗാരാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, വിസിലടിക്കും, നരപതിമാർ വിസിലടിക്കും. അവർക്ക് എന്താണുള്ളത്? ശൃംഗാരമാണ് ഉള്ളത്, അവർക്ക് പ്രേമമാണ്. അതൊക്കെ ഓർമ്മ വരണം കേട്ടോ. ഓക്കെ, ബീസൽദേവ് വിസിലടിക്കാന്ന് അപ്പം തന്നെ ഓർമ്മ വരണം. നെക്സ്റ്റ്, അപഭ്രംശ് കാ പഹല കവി കിസ്സെ മാനാ ജാതാ ഹെ? അപഭ്രംശ് ആരാണ്? സ്വയംഭൂ. ഓക്കെ, ഗഡിബോളിയുടെ ഓർമ്മ വരണം കേട്ടോ. ആദികാലീൻ സാഹിത്യക പ്രമുഖ രസ് അറിയാലോ, വീരരസമാണ്. हिंदी साहित्य के आदिकाल को आरंभिक काल
നാം സെ അഭിഹിത് കിയ. ആരാണ് പറഞ്ഞത് ജസ്റ്റ് ആരംഭിച്ചിട്ടുള്ളതെന്ന്? മിശ്ര ബന്ധു. ഓക്കെ. हिंदी साहित्य के आदिकाल को सिद्ध सामंत युग किसने कहा था? ആരാണ് സിദ്ധ സാമന്ത് എന്നൊക്കെ പറഞ്ഞത്? രാഹുൽ സംസ്കൃത്യായൻ അല്ലേ? രാ സ ഓക്കെ, ഓർത്ത് വയ്ക്കുക. അപഭ്രംശ് കെ പ്രഥം മഹാകവി കോൺ തെ? അപഭ്രംശിന്റെ മഹാകവി സ്വയംഭു ആണ് അല്ലേ? आदिकाल के अंतिम चरण के सुप्रसिद्ध कवि कौन थे? अमीर ഖുസ്രോ. നമ്മൾ പഠിച്ച് ലാസ്റ്റ് ലോക സാഹിത്യത്തിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കണ്ടത് അമീർ ഖുസ്രോനാണ് അല്ലേ? അമീർ ഖുസ്രോ വിദ്യാപതിയാണ്. വിദ്യാപതി ഇല്ല ഓപ്ഷനിൽ, അപ്പോൾ അമീർ ഖുസ്രോ. ഇനി നിമ്ന കോ സുമേ മാച്ച് ദ ഫോളോയിങ്. ബിസിലടിക്കാരാണ്? നരപതി അല്ലേ? അപ്പോൾ നരപതി. അപ്പോൾ ഓപ്ഷൻ ബിസിലടിക്ക നരപതി. അപ്പോൾ നമുക്കറിയാം ക 1ലേക്കാണ് പോകേണ്ടത്, അല്ല 2ലേക്കാണ്. അപ്പോൾ ക 2ലുള്ള ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇത് ടിക്കാം. ബാക്കി നമുക്ക് പൃഥ്വിരാജ് ചന്തമുള്ളതാണ് അല്ലേ? ചന്തവൃത്തായി. പരിമളം വന്നാൽ, ഗ്യാസിൽ നിന്ന് പരിമളം വന്നാൽ ജാഗ്രതരാവണം 1. ഓക്കെ. ഗുമ്മുള്ളതാരാണ്? ഭയങ്കര സ്റ്റൈലുള്ളതാരാണ്? ദളപതി വെച്ച്. ഓക്കെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. എനിക്ക് കൂടുതൽ ഓർമ്മയുണ്ട്, നിങ്ങൾക്കും കൂടുതൽ ഓർമ്മയിരിക്കട്ടെ. आदिकालीन काव्य में किस काव्य प्रवृत्ति का अभाव है? രാഷ്ട്രീയ ചേതന, അതായത് അങ്ങനെ ഒരു ഭാവമേ ഇല്ല, ഏകതയോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയെ അന്നത്തെ കാവ്യങ്ങളിലില്ല. ആദികാൽ കോ ബീജ് വപ്പൻ കാൽ കിസ്നെ കഹ? ബീജ്, അപ്പോൾ വിത്തിന് ഇമ്പോർട്ടൻസ് ചെയ്ത മഹാവീർ. ഓക്കെ, മഹാവീർ പ്രസാദ് ദ്വിവേദി. ബീരകാഥ കാൽ കാ കവി നഹി ഹെ. അപ്പോൾ കുറച്ച് കവികൾ തരും, അതിൽ ബീരകാഥ കാലിലെ കവി അല്ലാത്തതാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ബീരകാഥ കാൽ കെ സർവശ്രേഷ്ഠ കവി മാനെ ജാത്തെ ആരാണ്? ചന്ദബർദായി ആണ്. കാരണം എന്താണ്? പൃഥ്വിരാജ് രാസോ മഹാകാവ്യം എഴുതിയത് ചന്ദബർദായി ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാറ്ററ്റിൽ അല്ലെങ്കിൽ HSIക്കും അല്ലെങ്കിൽ ഓപ്ഷൻ ആയിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻസ് ഹിന്ദിയിൽ ആദ്യകാലിൽ വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.